കരത്തിന് ട്രെയിലർ വന്നപ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നി ആ സിനിമയോട്. കാര്യം വിനീത് ശ്രീനിവാസൻ പുള്ളിയുടെ ഒരു സേഫ് സോൺ, ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് ഹാർട്ടഡ് മൂവീസ് ആ ലിസ്റ്റിൽ നിന്നും പുള്ളി പുറത്ത് കിടക്കുവാണ്. മുമ്പ് തീര എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. പേഴ്സണലി ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സിനിമ ഒരു വലിയ സക്സസ് ആക്കാനൊന്നും പറ്റിയില്ല, ഫിനാൻഷ്യലി കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടായ സിനിമയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതിനുശേഷം പുള്ളി റിസ്ക് എടുത്തിട്ട് ഇതേപോലത്തെ ഒരു സിനിമ എടുക്കാൻ വരുന്നത് ഭയങ്കര ചലഞ്ചായിട്ട് എടുത്തു എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചത്. നോബിൾ ബാബു തോമസ് ആണ് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, ജോമൺ ടി ജോൺ ആണ് സിനിമാറ്റോഗ്രാഫി, രഞ്ജൻ അബ്രഹാം എഡിറ്റിങ്, ഷാൻ റഹ്മാൻ മ്യൂസിക്. അങ്ങനെ പുള്ളിയുടെ ഒരു സർക്കിള് പുള്ളി സിനിമയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ നോബിൾ എന്ന് പറഞ്ഞ വ്യക്തി നായകനായി സംവിധാനം ചെയ്യാൻ വേണ്ടിയിരുന്ന സിനിമയാണിത്. അപ്പോൾ വിനീത് ശ്രീനിവാസന് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ട് വിനീത് ശ്രീനിവാസൻ പുള്ളിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് മോർ ദാൻ ഒരു 1 year വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവർ ഷൂട്ടിംഗ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതായത് നോബിൾ എന്ന് പറഞ്ഞ വ്യക്തി, നോബിൾ ബാബു തോമസ് എന്ന് പറഞ്ഞ വ്യക്തി അഭിനയിച്ച് സംവിധാനം ചെയ്ത് പൊട്ടിച്ച് കളയേണ്ട സിനിമ വിനീത് ശ്രീനിവാസൻ വിളിച്ചു വരുത്തിയിട്ട് നീ പൊട്ടിച്ചാൽ ശരിയാകത്തില്ല, ഞാൻ പൊട്ടിച്ചു തരാം എന്ന രീതിയിൽ വിളിച്ചു വാങ്ങിച്ച് പൊട്ടി തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് തിയേറ്ററിൽ ഞാൻ കണ്ടത്. വേറെ കൊണ്ടല്ലേ, നോർമലി ഒരു സിനിമ, അതൊരു ആക്ഷൻ സിനിമ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ? അതായത് സ്ക്രിപ്റ്റ് സ്ട്രോങ് ആയിരിക്കണം, അല്ലെങ്കിൽ ക്യാരക്ടർ പ്ലേസ്മെന്റ് സ്ട്രോങ് ആയിരിക്കണം, ക്യാരക്ടർ സെലക്ഷൻ സ്ട്രോങ് ആയിരിക്കണം, എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ സിനിമയിൽ നന്നായിട്ട് വരണ്ടേ? ഒരു നല്ല മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവന്നാലോ, കുറച്ച് നല്ല സിനിമാറ്റോഗ്രാഫി ഉണ്ടായാലോ, നല്ല എഡിറ്റിംഗ് പരിപാടി ഉണ്ടായാലോ സിനിമ സക്സസ് ആകത്തില്ല. ഇതൊന്നും ഇല്ലാത്ത സിനിമകൾ സക്സസ് ആകാൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഓൺലി ബിക്കോസ് ഓഫ് സ്ക്രിപ്റ്റ്. ഒരു കിടിലൻ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ സിനിമ പൊങ്ങി വരും. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായാലും, ഇപ്പോൾ ട്രാഫിക്കിങ്ങും പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വിദേശത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ, അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ സിനിമയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് പല സമയത്തും വേണ്ട കാര്യങ്ങൾ സിനിമയിൽ ചെയ്തിട്ടില്ല എന്ന് തോന്നി. കാരണം വിനീത് ശ്രീനിവാസന് സേഫായിട്ട് സിനിമ എടുക്കുന്ന ആളാണ്, കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി സിനിമ എടുക്കുന്ന ആളാണ്. പുള്ളിക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുള്ളിക്ക് കുറേ കാര്യങ്ങൾ കാണിക്കാൻ എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ പുള്ളി എന്താ ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള സിനിമ ചെയ്യരുത്, അല്ലേ? അതായത് ഈ സിനിമ ഇതിന്റെ സ്ക്രിപ്റ്റ് വൈസിന്റെ കാര്യങ്ങൾ നമുക്ക് മാറ്റി വെക്കാം. എന്നാലും ഇത്തരത്തിലുള്ള ആക്ഷൻ സിനിമ, ഒരു വിദേശത്ത് പോയി ഒരു സംഭവത്തിൽ പെട്ടുപോട്ട് അതിൽ നിന്ന് സർവൈവ് ചെയ്ത് വരാൻ വേണ്ടി നായകൻ കാണിക്കുന്ന പരിപാടികൾ, അത്തരത്തിലുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് ഇതിന് ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് ബ്ലഡ് ഷെഡ് ആയിക്കോട്ടെ, കുറച്ച് വയലൻസ് ആയിക്കോട്ടെ, ഇവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആയിക്കോട്ടെ, ഇവരുടെ മൊത്തത്തിലുള്ള ട്രീറ്റ്മെന്റ് പരിപാടികളും എല്ലാം വേറെയാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നത് വിനീത് ശ്രീനിവാസന് പേഴ്സണലി കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പുള്ളി ഇതിനകത്ത് കാണിച്ചിട്ടില്ല. എന്നാൽ ഞാൻ കുറച്ച് അപ്ഡേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചൊക്കെ കാണിക്കൂ എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് സാധനങ്ങൾ ഇട്ടുപോയി ഒരു സേഫ് സോണിൽ തന്നെ നിന്ന് പുള്ളി ഒരു പരിപാടി ചെയ്ത പോലെയാണ് തോന്നിയത്. അതാണ് കൈപൊള്ളിയത്. അതായത് സിനിമ തുടങ്ങിയൊരു ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഈ സിനിമയുടെ പോക്ക് എങ്ങനെയാണ്, എങ്ങോട്ടാണെന്നുള്ളത്. അതായത് സ്ക്രിപ്റ്റ് പാളി, ഇതിൻ്റെ ഡയലോഗ്സ് പാളി, ഇതിൻ്റെ ക്യാരക്ടർ സെലക്ഷൻസ് പാളി. ഇവർ കൈയടിപ്പിക്കണം എന്ന് പറഞ്ഞ് വിനീത് ശ്രീനിവാസൻ ചില സിനിമയിൽ ചെറിയ പൊടിക്കൈകൾ സാധനങ്ങൾ ഇടുമല്ലോ. മറ്റേ സിനിമയിൽ മറ്റേ പൊട്ടുകുത്തുന്ന പരിപാടിയും, നമ്മുടെ തട്ടത്തിമറത്തിൽ മറ്റേ ബൈക്ക് കൊടുത്തിട്ട് മറ്റേ കൂട്ടുകാരൻ പറഞ്ഞ ഡയലോഗ്സ് പരിപാടികളൊക്കെ നമുക്ക് മറ്റേ ഇങ്ങനെ ഒരു സന്തോഷം തോന്നുന്ന കുറച്ച് ഡയലോഗ്സ് പരിപാടികളുണ്ടല്ലോ. അതേപോലത്തെ സാധനങ്ങൾ ഇങ്ങനെ 1-2 സാധനങ്ങൾ സിനിമയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും തിയേറ്ററിൽ ഏശിയില്ല. നോബിൾ ആസ് എ ആക്ടർ, അല്ലെ ആസ് എ ലീഡ് റോൾ പുള്ളി ഫെയിലിയറാണ്. അതായത് ഇത്രയും ഒരു വലിയ കഥാപാത്രത്തെ എടുത്ത് തലയിൽ വെക്കാനുള്ള കേപ്പബിലിറ്റി അദ്ദേഹത്തിനില്ല. മനോജ് കെ ജയൻ നാടകം അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കും അതേപോലെയാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. പുള്ളി കഴിവില്ലാത്ത മനുഷ്യനല്ല, പക്ഷെ ഇവർ അങ്ങനെയാണ് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. വളരെ ഒരു ക്രിഞ്ച്, ഒരു നാടക ടൈപ്പ് പെർഫോമൻസ് ആണ് പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ജോണി ആന്റണി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാതെ 1-2 സീനുകളിൽ വന്നു പോയി. പിന്നെ ഷാജോണും ഇതേപോലെ ഒരു മിമിക്രിക്കാരനാണെന്ന രീതിയിൽ പറഞ്ഞിട്ട് കയ്യടി മേടിക്കാം എന്ന് വിചാരിച്ച് പറഞ്ഞ സാധനങ്ങളൊക്കെ ടപ്പാന്ന് ചീറ്റിപ്പോയി. എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ പോലെ ഒരു ക്യാരക്ടർ ഷാജോന് കൊടുത്തിരിക്കുന്നു, ഷാജോൻ അത് ചെയ്തു വെക്കുന്നു. പ്രത്യേകിച്ച് പുള്ളിക്കൊന്നും ചെയ്യാനില്ല. അങ്ങനത്തെ ഒരു കഥാപാത്രം അല്പം ബോറടിപ്പിച്ചെങ്കിലും, അല്പം ഒരു നീരസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കളം പിടിച്ചത് ഒരു ഇച്ചിരി സിനിമയിൽ സന്തോഷം ഉണ്ടാക്കിയതും ബാബുരാജ് മാത്രമാണ്. കുറച്ച് പരിപാടികൾ പുള്ളി അത്യാവശ്യം ചെയ്തു വെച്ചിട്ടുണ്ട്. BGM പല സ്ഥലത്തും പാളിയതുപോലെ തോന്നി. ഇതെന്താ മറ്റേ പുള്ളിയുടെ ആയിട്ടുണ്ടല്ലോ, മറ്റേ ഹമ്മിങ് മാത്രമായിട്ടുള്ള വിനീത് ശ്രീനിവാസന്റെ ആയിട്ടുണ്ടല്ലോ, അതിങ്ങനെ വന്നു പോകുന്നുണ്ട്. അത് കേൾക്കാനൊരു സുഖമുണ്ട്. പക്ഷെ അത്
അതും കുറച്ച് ഓവർ ആയതുപോലെ തോന്നി. പിന്നെ ഒരു സ്റ്റണ്ടിന്റെ ഇടയിൽ പുള്ളി ഒരു ചെണ്ട വെച്ച് ഇട്ടുള്ള ഒരു ഐറ്റം BGM പരിപാടികളൊക്കെ തോന്നിയപ്പോൾ എനിക്കുണ്ടല്ലോ പുലികളിയുടെ പരിപാടിയായിട്ടാണ് തോന്നിയത്. ഒരു പുലികളിക്ക് കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഞാൻ ഇത്രത്തോളം പറയാൻ കാര്യമുണ്ടല്ലോ, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടർ, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൂ ഒക്കെ ഉണ്ടായിട്ടും ഇവർക്ക് ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല ഈ സിനിമ വിലപ്പണി നടക്കൂല. കാരണം ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്. കാര്യം ആ സിനിമ തിയേറ്ററിൽ സിനിമ അത്രയും ബോറടിപ്പിക്കുന്നുണ്ട്, സിനിമ അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് സിനിമ. കാര്യം പൊക്കാൻ പറ്റാത്ത തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിച്ചിട്ട് എന്തൊക്കെയോ കുറെ ഐറ്റംസ് കാണിക്കുന്നുണ്ട് സിനിമയിൽ. പറഞ്ഞു ഞാൻ നിർത്താം. എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറയുന്നത് ചിരിച്ചുപോയി. കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ള സീനാണ്. കുറച്ച് സ്പോയിലറാണ്. അപ്പം ഈ സിനിമ സ്പോയിലറാണെന്ന് തോന്നുന്നവർക്ക് ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യാം. മനോജ് കെ ജയൻ വളരെ അത്യാവശ്യമുള്ള സമയത്ത് മനോജ് കെ ജയൻ ഒരു അമ്മ പ്രസിഡന്റിനെ കാണാൻ അമ്മയുടെ ഓഫീസിൽ പോകുന്നൊരു സീനുണ്ട്. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയിരിക്കുന്നത്. മനോജ് കെ ജയൻ അമ്മ പ്രസിഡന്റിനെ കാണാനായിട്ട് അമ്മയുടെ ഓഫീസിൽ ചെന്ന് സഹായം ചോദിക്കുന്ന ഒരു സീനുണ്ട്. സത്യം പറയാം വളരെ സീരിയസ് ആയിട്ട് ചെയ്ത സീനാണ്. ചിരിച്ച് ചത്ത്. അതായത് ഇപ്പൊ നമ്മള് എന്താ പറയാ, പൊട്ടപ്പടത്തിനും ഒരു മര്യാദയൊക്കെ വേണമല്ലോ. അത്രയും മോശം സിനിമയായിട്ടാണ് എനിക്ക് തോന്നി. അതായത് എൻ്റെ ഒരു എഡിക്റ്റ് പറയുകയാണെങ്കിൽ ഒരു മോശം സിനിമ അനുഭവം, ഒരു വീക്ക് സ്ക്രിപ്റ്റിനെ കുറച്ച് സിനിമാറ്റോഗ്രഫിയും പരിപാടികളൊക്കെ ചെയ്ത് ലിഫ്റ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും ഒന്നും സാധിക്കാത്ത രീതിയിൽ ഒരു എന്താ പറയുക, ഒരു അട്ടർ ഫ്ലോപ്പായ അവസ്ഥയാണ് സിനിമയുടെ അവസ്ഥ. ഇനി നിങ്ങൾ കണ്ടു നോക്കി, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ പറ. അപ്പം ഓക്കെ.